ഇന്ന് കാലത്ത് കഴിഞ്ഞിട്ടിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരു മടി. എന്നാൽ എളുപ്പത്തിൽ എന്തുണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഇതാ ഇരിക്കുന്നു മൈദ. മൈദ വെച്ച് എളുപ്പത്തിൽ ഒരു നല്ല ടേസ്റ്റി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടത് കഴിക്കാം കേട്ടോ. അപ്പോൾ ദേ ഒരു ഗ്ലാസ് മൈദയിലേക്ക് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് മൈദ എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് ലൂസാക്കിയിട്ട് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ മൈദ അൺഹെൽത്തിയാണെന്ന് ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയാണെങ്കിൽ നമ്മൾ മുട്ട ചേർക്കാതെ സാധാ ദോശയ്ക്ക് വെള്ളം ചേർത്ത് മിക്സ് ആക്കില്ലേ, അതേമാതിരി മിക്സ് ആക്കിയിട്ട് ദോശ പോലെ ചുട്ടെടുത്തിട്ട് ഉള്ളിലൊരു ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസിൽ വേണം നമ്മുടെ മാവ്. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് നാളികേരം, അതേപോലെ തന്നെ ഒരു ഏലക്ക, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഓപ്ഷനിലാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ നമ്മുടെ ചാനലിൽ ഇതേവരെയും ഈ ഒരു റെസിപ്പീൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്, പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ദോശക്കല്ല് ചൂടായപ്പോൾ നമ്മുടെ മാവ് ഓരോ കയ്യിൽ കോരി ഒഴിച്ച് ദോശ പോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. അപ്പോൾ ഒരു സൈഡാകുമ്പോൾ നമുക്ക് ഇതേമാതിരി മറച്ചിട്ട് കൊടുക്കുക. ഇതധികം മുരിയേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുക. ഇനിയിപ്പോൾ ഇനി ഇത് വെന്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ച് എല്ലാവരും നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ 2 ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം കേട്ടോ. അത് നമ്മുടെ തേങ്ങയുടെ ഫില്ലിങ്ങില്ലേ, അത് ഓരോ ദോശയിലേക്കും ഉള്ളിലിങ്ങനെ വെച്ചിട്ട് നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാം. കണ്ട, ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിലും കൂടി റോൾ ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ 2 സൈഡ് ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ വേണമെങ്കിലും നമുക്കിതിനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ രണ്ടാമത് കാണിച്ച റോൾ ചെയ്യലായിരിക്കും നല്ലത്. അപ്പോൾ നാളികേരൊന്നും പുറത്തേക്ക് പോവില്ല കേട്ടോ. അപ്പോൾ ഈ 2 എണ്ണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് മൈദ കൊണ്ട് ഒരു 7 8 ഉണ്ടാക്കിയെടുക്കാം. ബാക്കി മാവ് അവിടെ ഉണ്ട്, ഞാനിപ്പോൾ ഇത്രയേ തയ്യാറാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലാഞ്ചി എന്നാണ് മിക്കവരും വിളിക്കുക, വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേണ്ട, നല്ല ടേസ്റ്റിൻ്റെ മുട്ടയുടെ ഫ്ലേവറൊക്കെ നന്നായി ഉണ്ട്. അപ്പോൾ മുട്ട ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 2 ഗ്ലാസ് മൈദയ്ക്ക് 1 മുട്ട വെച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിയായിക്കോളും.